ഏകദേശം 3ഓളം അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ കുവൈറ്റിൽ ക്രാഷ് ചെയ്തു. ഫൈറ്ററാണ്, 15A കാറ്റഗറിയിൽപ്പെട്ട. അതിന് ഈഗിൾ ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത്, ആ ഗ്രൂപ്പിനെ പറയുന്നത്. അത് ക്രാഷ് ചെയ്യപ്പെട്ടു. ഏകദേശം 6 പരം അമേരിക്കൻ സോൾജിയേഴ്സ് കുവൈറ്റിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഇത് ഇറാൻ്റെ റോക്കറ്റ് ആക്രമണമാണ്, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ പറയുന്ന ഫൈറ്ററിനെ അറ്റാക്ക് ചെയ്തതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉറപ്പായിട്ടും ഇത് അമേരിക്കയ്ക്ക് കിട്ടിയ അടി തന്നെയാണ്. കാരണം 3ഓളം അവരുടെ സൂപ്പർസോണിക് എയർക്രാഫ്റ്റുകൾ ഈ പറയുന്ന കുവൈറ്റിൽ ക്രാഷ് ചെയ്തു. അതേപോലെ 6ഓളം അമേരിക്കൻ ആക്റ്റീവ് സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടു. ഇത് ശരിക്കും എന്താണ് ഉണ്ടായത്? ബേസിക്കലി ഇതിലേക്കാണ് ഞാൻ ഈ വീഡിയോയുടെ കണ്ടന്റ് തിരിക്കുന്നത്. ബേസിക്കലി ഇതുണ്ടായത് കുവൈറ്റ് ഫോഴ്സിനകത്ത്, കുവൈറ്റ് ആർമി ഫോഴ്സിനകത്തുണ്ടായ സബോട്ടാജാണ്. അതിനകത്ത് ഇറാനിയൻ സ്പൈയും മോൾസും കയറിയിട്ടുണ്ട്. അവരാണ് ഈ സംഭവങ്ങൾ മുഴുവനും വരുത്തി തീർത്തത്. അവിടെ 2 രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതായത് ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ ഉണ്ട്. ഇങ്ങനെയാണ് ഇതൊരു ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റോയിൽ കുവൈറ്റിൻ്റെ ഡിഫൻസ് ഫോഴ്സുകളായിരിക്കും ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റോയിൽ അമേരിക്കൻ ഫോഴ്സുകളായിരിക്കും അതിൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ്, അതായത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഈ സംഭവം പിഴച്ചത്? എന്തുകൊണ്ടാണ് കുവൈറ്റ് ഇത് സബോട്ടാജ് ചെയ്തു എന്ന് പറയുന്നത്? ഇതിനകത്തുള്ള കുവൈറ്റിൻ്റെ ആംഡ് ഫോഴ്സിലുള്ളവർ കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നു ഇറാന്. അതാണ് പറഞ്ഞത്, പണം വാങ്ങിയിട്ടോ അല്ലാതെയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും വേഗം തന്നെ കുവൈറ്റിലുള്ള അമേരിക്കൻ എംബസി അടച്ചു പൂട്ടിയത്. കാരണം ഈ പറയുന്ന കുവൈറ്റിൻ്റെ ഫോഴ്സിനകത്ത് ഇറാനിയൻ സ്പൈ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അടച്ചു പൂട്ടാനുണ്ടായ കാരണമെന്നും അറിയാൻ സാധിക്കുന്നു. എന്താണ് ഉണ്ടായത്? ബേസിക്കലി ഇവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഇവരാണ് ആക്യുറസി കൊടുത്തത്. ഇന്നയിടത്താണ് അമേരിക്കൻ ബേസ്, ഇന്നയിടത്താണ് അമേരിക്കൻ പട്ടാളക്കാർ നിൽക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ഫയറിങ് വന്നു. അതായത് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഈ പറയുന്ന കുവൈറ്റ് പട്ടാളക്കാരാണ് ഇറാന് പാസ് ചെയ്ത് കൊടുക്കുന്നത് മിസൈൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത് അവരിത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 2 ലെയറിലാണ് ഇത് ഓപ്പറേഷൻ നടക്കുന്നത്. ഒരു സമയത്ത് അവർ ഓപ്പറേറ്റ് ചെയ്യും, അടുത്ത സമയത്ത് മാറി മാറി ഓപ്പറേഷൻ ചെയ്യും. ഈ സമയത്ത് ഇത് വരുന്നതിന് മുമ്പ് കുവൈറ്റ് പട്ടാളക്കാർ പറഞ്ഞു അവരിത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഡെലിബറേറ്റ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തില്ല. അതിൻ്റെ പേരിലുണ്ടായത് ഈ പറയുന്ന മിസൈൽ വന്ന് അമേരിക്കൻ ബേസിൽ വന്ന് വീണു. ഏകദേശം 6ഓളം അമേരിക്കൻ സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടു. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് കുവൈറ്റ് ബേസിൽ നിന്നും ഇറാനിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോയ എയർക്രാഫ്റ്റുകൾ, അതായത് അറ്റാക്ക് ചെയ്ത ശേഷം, അതായത് ബോംബ് ഡ്രോപ്പ് ചെയ്ത ശേഷം വരുന്ന സമയത്ത് ഈ കുവൈറ്റിൻ്റെ ആൾക്കാർ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന പാട്രിയോട്ടിക് സിസ്റ്റം, അതായത് ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം, അവർ വീണ്ടും ഈ പറയുന്നത് ഇറാന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്ത് ഇതിനെ ഹിറ്റ് ചെയ്തു. കൃത്യമായിട്ട് പറയാം, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ആരുടെ എയർക്രാഫ്റ്റാണ്, എന്ത് എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാൻ സാധിക്കും ഒരു കാരണവശാലും ഇറാൻ്റെ കയ്യിൽ എയർക്രാഫ്റ്റ് ഇല്ല, അത് ഒരെണ്ണം പോലും പൊങ്ങുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ആൻറ്റി എയർക്രാഫ്റ്റ്, അതായത് പാട്രിയോട്ടിക് ഈ പറയുന്ന കുവൈറ്റ് ഉപയോഗിച്ച സാധനം എന്തിനാണ് അമേരിക്കൻ എയർക്രാഫ്റ്റിനെ ഹിറ്റ് ചെയ്തത്? ഏകദേശം 3ഓളം എയർക്രാഫ്റ്റാണ് ഇതിനകത്ത് തകർന്നു വന്നത്. അതുകൊണ്ട് അമേരിക്ക ഈ പറയുന്ന കുവൈറ്റിലുള്ള ഡിഫൻസിലെ പല ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി. അതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ മാറ്റി കംപ്ലീറ്റ് അമേരിക്കൻ ഡിഫൻസ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. ഏകദേശം 20-25 കുവൈറ്റ് ഡിഫൻസിലുള്ളവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. കുവൈറ്റ് ഈ കാര്യത്തിൽ പണം വാങ്ങി ചെയ്യുന്ന കാര്യത്തിൽ കുവൈറ്റുകൾ വളരെ മുമ്പിലാണ് എന്ന് നേരത്തെ അറിയാം. നേരത്തെ അമേരിക്കയുടെ നിന്നും പണം വാങ്ങിയിട്ടാണ് അവർ ഒസാമ ബിൻ ലാഡനെ കാണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും മടിയന്മാരായ കുവൈറ്റുകാർക്ക് സ്വന്തം രാജ്യത്തോടൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അതവർ നേരത്തെയും തെളിയിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിയുന്നവർക്ക് കൂടുതൽ പണത്തിനും അതേപോലെ തന്നെ മറ്റുള്ള ഇറാനിയന് വേണ്ടി വർക്ക് ചെയ്തു എന്ന കാര്യത്തിലായിട്ടാണ് ഈ കാര്യങ്ങൾ തിരിയുന്നത്. കുവൈറ്റിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ സദാം ഹുസൈനും ഇറാഖും കയറി ഇൻവേഷൻ നടത്തിയാണ് അവരെ റിലീസ് ചെയ്ത് കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടാലിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നത് കുവൈറ്റ് ബേസുമായിട്ടോ അമേരിക്കൻ ഫൈറ്റർ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് അടി തന്നെയാണ്. അവരൊരു കാരണവശാലും വിചാരിച്ചു പോലുമില്ല ഇതേപോലെയുള്ള സബോട്ടാജ് കുവൈറ്റി ഫോഴ്സുകൾ ചെയ്യും. അതായത് അവർക്ക്
ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയി. അതിനുശേഷമാണ് മിഡിൽ ഈസ്റ്റിലെ പലയിടത്തും പല രാജ്യങ്ങളുടെയും പട്ടാളക്കാരെ സ്കാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇവരെന്ത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിനകത്തോട്ട് ഇറാനിയൻ സ്പൈ കടന്നിട്ടുണ്ടോ എന്ന്. അതിനെപ്പറ്റിയുള്ള സ്കാനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത് ബഹ്റിൽ നടക്കുന്നുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. എത്രമാത്രം ഇറാനിയൻ ഫോഴ്സും അത് ഇറാനിയൻ IRGC ആൾക്കാർ അതിൻ്റെ അകത്ത് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റിയും ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. പലയിടത്തും പല രാജ്യത്തെ പട്ടാളക്കാരോടും അവരെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അവരൊന്നും ചെയ്യേണ്ട എന്ന്. കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒഫൻസീവ് ആണെങ്കിലും ഡിഫെൻസീവ് ആണെങ്കിലും അമേരിക്കൻ ബേസും അമേരിക്കൻ പട്ടാളക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉള്ളത്.